ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ടാബ്ലറ്റിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ കഴിക്കുന്ന വൈറ്റമിൻ സി ടാബ്ലറ്റ്. വൈറ്റമിൻ സിയുടെ പല തരത്തിലുള്ള ടാബ്ലറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്. അതായത് നമുക്ക് നാരങ്ങ മിഠായിയൊക്കെ കഴിക്കുന്ന പോലെ നമുക്ക് ഇത് അലിപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കിത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇത് മിക്സായി വരാൻ കുറേ സമയമെടുക്കും. അല്ലെങ്കിൽ പൊടിച്ചൊക്കെ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. അതിലും നല്ലത് വെറുതെ മിഠായി ചവയ്ക്കുന്ന പോലെ വാലിട്ട് അലിപ്പിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ലഭ്യമാണ്. 50 രൂപ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് ഈ ഒരു ഗുളികയുടെ നിറം. ഓറഞ്ചിൻ്റെ നിറമാണ്. അതായത് ഇതിൻ്റെ ഫ്ലേവർ ഓറഞ്ചാണ്. അതായത് നമ്മൾ ശരിക്കും ഓറഞ്ച് മിഠായി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാനിതിപ്പോൾ 2 മാസമായി കഴിക്കുന്നു. ഇനി ഇത് എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ ഇത് കഴിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം. വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയേറെ അത്യാവശ്യമുള്ള ഒരു വൈറ്റമിൻസ് ആണ്. ഇത് നമ്മൾ ആഹാരം കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നില്ല എങ്കിൽ ഇതുപോലെയുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ ഒരു ഗുളിക കഴിക്കേണ്ടത് ആഹാരത്തിന് ശേഷമാണ്. ഒരു കാരണവശാലും വെറും വയറ്റിൽ കഴിക്കാൻ പാടുള്ളതല്ല. അതായത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷേ ആഹാരം കഴിച്ച് കഴിഞ്ഞേ ഇത് കഴിക്കാനായിട്ട് പാടുള്ളൂ. ഇനി ഈ ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിച്ചാൽ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കിന്നിന് വളരെയേറെ ആവശ്യമുള്ളൊരു വൈറ്റമിനാണ്. ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക വഴി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആവാനും നല്ല ബ്രൈറ്റൻ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. ഈ ഒരു ടാബ്ലറ്റ് ഒരാഴ്ച കഴിച്ചതുകൊണ്ടോ ഒരു മാസം കഴിച്ചതുകൊണ്ടോ ഒന്നും നമുക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു 6 മാസമെങ്കിലും അടുപ്പിച്ച് കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ലഭിക്കത്തുള്ളൂ. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. അതിനുശേഷം ഒരു മാസം ഗ്യാപ്പ് ഇടുക. പിന്നെയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുക. ഇതുപോലുള്ള വൈറ്റമിൻസ് ഒക്കെ കഴിക്കുന്നത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഡയറക്റ്റായിട്ട് വാങ്ങിച്ച് കഴിക്കുവാനായിട്ട് പാടുള്ളതല്ല. ഇതുപോലെയുള്ള വൈറ്റമിൻസ് ഒക്കെ കഴിക്കുവാനായിട്ടുള്ള പല വീഡിയോസും നമ്മുടെ യൂട്യൂബിലുണ്ട്. അത് കണ്ട് പല ആൾക്കാരും ഡയറക്റ്റായിട്ട് പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും പാടുള്ളതല്ല. ഏത് വൈറ്റമിൻസ് കഴിക്കുവാണെങ്കിലും, അതായത് ഇതുപോലുള്ള ടാബ്ലറ്റ് കഴിക്കുവാണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കുവാനായിട്ട് പാടുള്ളതല്ല. അത് നമുക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമായിരിക്കും സംഭവിക്കുക. പിന്നെ വൈറ്റമിൻ സി ഉപയോഗിച്ച് നമുക്ക്, അതായത് വൈറ്റമിൻ സി ടാബ്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് നൈറ്റ് ക്രീമും അതുപോലെ വൈറ്റമിൻ സി സിറമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ക്രീമോ അല്ലെങ്കിൽ സിറോ ഒക്കെ നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ഏത് തരത്തിലുള്ള ടാബ്ലറ്റ് ആണെങ്കിലും അതൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കാൻ പാടില്ല. വരും വീഡിയോയിൽ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഉപയോഗിച്ച് നൈറ്റ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുഭദിനം.